പറ്റിയില്ല. അപ്പോൾ ഇന്റെ ഡ്രസ്സ് ഇതാ ഈ ഫുള്ള് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ പിന്നെ വേറെ സംഭവം നിശ്ചയിച്ചത് എന്നൊക്കെ കാണുന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടില്ല. നിശ്ചയത്തില് പറയുന്നുണ്ട്. പക്ഷെ ചൊല്ലില്ലേ കല്യാണം ഈ വണ്ടിന്റെ ഞങ്ങളെ കൂടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്ന് ഈ ലേറ്റ് ആയ ആൾക്കാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനലിനകത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. നമ്മള് ലൈവില് വരുന്നവരൊക്കെ ചോദിച്ചത് 3-4 ദിവസം എന്താ ലൈവ് ഇല്ലാന്നുള്ളത്. അത് എന്താണെന്നറിയോ? ഇപ്പോൾ നമുക്ക് ഇന്നലെ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോ. ഇവരെ ചെറിയ പെങ്ങളെ മോൻ്റെ എൻഗേജ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ? എന്താ പറയാ അതിനെ പറ്റി പറയാന്ന് വെച്ചെങ്കില് അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ വെച്ചാല് ഒരുപാട് എൻഗേജ്മെന്റും മിഠായി കൊടുക്കലായിക്കോട്ടെ കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, കല്യാണ ഫംഗ്ഷനുകള്. പക്ഷെ ഇന്നത്തെ തലമുറകൾ എന്ന് വെച്ചാല് അത് ഏറ്റവും രീതിയിൽ കുറച്ച് മോശമായ രീതിയിൽ അല്ലേ, അലമ്പ് കാട്ടിട്ടും. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു കല്യാണ പരിപാടികളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഇവളെ നാത്തുവിന്റെ മകനോ അല്ലെങ്കിൽ എന്റെ പെങ്ങളെ മകനോ ആയതുകൊണ്ട് പറയല്ല, ഇത് ശരിക്കും നല്ലൊരു അടിപൊളി പരിപാടിയാണ്. ഒരു കച്ചറ അലമ്പൊന്നും ഇല്ലാതെ അടിപൊളി. എന്താ പറയാ, ഞങ്ങൾക്ക് ഞങ്ങളെ വരി കഴിഞ്ഞേക്കട്ടെ. ഞങ്ങളെ 3 താത്താരോട് പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ കഴിഞ്ഞ വായിക്കാം. അത്രക്കും രസാണ്. എല്ലാം 3 ആളോടിട്ടാ. 3 ആളോട് എന്ത് പരിപാടി ഉണ്ടായാലും ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളന്ന് രാവിലെ പോയത് കുറച്ച് 11:45 അവിടുന്ന് പോവാനുള്ളത്. ഞങ്ങള് ലേറ്റ് ആയി. ആ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയത്. ഇവിടുന്ന് കുറച്ച് പോവാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ കണ്ടിട്ട് വൈകി. അപ്പൊ പോണ നേരത്ത് ഇവിടുന്ന് ഇറങ്ങണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പോകുമ്പത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ആ പോണ പോക്കിലൊരു ഇൻട്രോ പറഞ്ഞുകാണ്ട് ഇങ്ങനെ പോവാണ് പറഞ്ഞുകാണ്ടൊരു വീഡിയോ എടുത്താണ്. അപ്പൊ അല്ലേ, അപ്പൊ അവിടെ ചെന്നപ്പോ ഇങ്ങനെ ഇമ്മാന്റെ വിളിയിൽ പറയണ്ട. ഉമ്മാക്ക് പൊതുവേ ഞങ്ങള് നേരത്തെ എത്തണം. നേരത്തെ ഉമ്മ എന്ത് പരിപാടി ഇനി 3 ആളോടൊക്കെ ആയിക്കോട്ടെ, ഇനി 3 ആളോടൊക്കല്ല അല്ലാത്ത വീട്ടുക്ക് പരിപാടി ആയാലും നേരത്തെ പരിപാടി കൂടെ എത്തണം. ഉമ്മ ഫസ്റ്റ് അവിടെ പോകാൻ പാടില്ല. ഉമ്മാന്റെ കൂടെ ഞങ്ങൾ എത്തണം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ കേക്കാം രണ്ടാക്കും. ഉമ്മാക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഉമ്മാക്ക് ഇപ്പോഴും മുമ്പിൽ രണ്ടാളും കുട്ടികളാണ്. ആ കുട്ടികളുണ്ടല്ലോ നേരം പിക്ക് വരുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ. അതേപോലെയാണ് ഇപ്പോഴും നമ്മളെ ആ ചെറുപ്പത്തിൽ നമ്മളെ ശാസിക്കുന്ന പോലെ ഇപ്പോഴും ആ ചെറുപ്പത്തിൽ ചീത്ത എപ്പോഴും ചിലപ്പോ അടിയും കിട്ടും. അല്ല, ഇവർക്ക് ഫാമിലി ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യാണ്ട് എന്നുള്ളതെല്ലാം ഉമ്മ ചിന്തിക്കണം. ഉമ്മാക്ക് ഉമ്മാന്റെ മക്കളാണ്, ഉമ്മാന്റെ കുട്ടികളാണ്. ഉമ്മാന്റെ കുട്ടികള് നേരം വൈകി എന്താ എത്താത്ത, ഓൽക്ക് എന്താ എത്തത്. അപ്പൊ ഇവിടെ പറഞ്ഞാല് മരവും വരാനുള്ളതും അല്ലെ നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയാണ് നേരം വൈകി. എന്താ പറയാ, അയച്ചിട്ട് വൈകിട്ടൊന്നും ഇല്ല, കറക്റ്റ് ടൈമിനോട് എത്തിക്കണം. അപ്പൊ പരിപാടി അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ല. പരിപാടി ഫസ്റ്റ് കുറച്ച് വലിയ ആൾക്കാർ പോയിക്കാണ്ട്, വലിയ ആൾക്കാര് അമ്മമാര്, അളിയന്മാര്. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താ ഈ പരിപാടിൻ്റെത്, ഞാൻ ആരും ഇതാക്കി പറയില്ലട്ടാ. ശരിക്കും ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും ലേറ്റ് ആയിട്ടുള്ളത് ആ പരിപാടിക്ക് പോകാന്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാല് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീടിൻ്റെ അവിടെ ഒരു താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാരണന്മാരും ആൾക്കാരെ കൂടി ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നതിന് ശേഷം ഓക്കെ ഇനി വിട്ടോളി തന്നെ പോയി. പക്ഷെ മൊത്തത്തിൽ തിരൂര് വീപ്പിയങ്ങാടി എല്ലാം ബ്ലോക്കിന്റെ പൂരം. അതെ, അപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെ അങ്ങോട്ട് എത്തിപ്പെട്ട്, ചമ്പ്രാവട്ടം എന്നുള്ള സ്ഥലത്താണ് ഇതുള്ളത് പരിപാടി. അങ്ങോട്ട് എത്തിപ്പെട്ട് പക്ഷെ ഈ വണ്ടി അത്രയും സൂക്ഷ്മയോടെ കൂടി, നമ്മളത്തെ ഒരു പഴയ വണ്ടിയല്ലേ, ഈ സൂക്ഷ്മയോടെ ഓടിക്കണ നല്ലൊരു ഹൈബ്രിഡ് എന്തോ വണ്ടിയാണ് ഇന്നോവന്റെ. അപ്പൊ ഈ വണ്ടി മെല്ലെ മെല്ലെ വന്നപ്പോ ലാസ്റ്റ് എന്തോ ഒരു ചൊല്ലില്ലേ കല്യാണം മതി ഈ വണ്ടിന്റെ ഞങ്ങളെ കൂടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്ന് ഈ ലേറ്റ് ആയ ആൾക്കാർ ഫസ്റ്റ് എത്തി. അതെ, അപ്പൊ ഏതായാലും അങ്ങനെ ഒരു കോമഡി ഉണ്ടായി അതിന്റെ ഇടയില് അല്ലേ. പറഞ്ഞു വരുന്നത് ഇവര് ഫസ്റ്റ് പോയി. ഇവര് ആണുങ്ങൾ കുറച്ച് ആൾക്കാര് ഫസ്റ്റ് പോയി. പിന്നെ മോന്റെ ഫ്രണ്ട്, മോനെന്ന് പറഞ്ഞാല് താത്താന്റെ മോനെ എന്നാണ് വിളിക്കല്ട്ടാ. മോനെ ആഷിഫ് എന്നാണ് പേര്, പക്ഷെ മോനെ എന്നാണ് വിളിക്കല്. താത്താന്റെ മോനെ, താത്താ മോന്റെ പറഞ്ഞാല് മോനെ. അപ്പൊ മോനെ നിച്ചു, മുത്തുമോള്, അങ്ങനെയാണ്. 3 കുട്ടികളാണ്. അതിൽ രണ്ടാമത്തവനാണ് അവന്. അപ്പൊ എന്താ പറയാ, ഓന് വളരെ മുമ്പായിട്ട് രണ്ടാളും പ്രണയത്തിലേന്ന്. അങ്ങനെ കഴിഞ്ഞ കല്യാണമാണ്. ക്ഷയിച്ചിട്ട് ഒന്നുമില്ല, ആ ഒരു ഇഷ്ടത്തിലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ പേരേ ഉള്ളൂ, ഇഷ്ടത്തിലാണ്.
പിന്നെ ഒരു ജസ്റ്റ് സംസാരിക്കണ്ടാവും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഓവർ ഉണ്ടല്ലോ എല്ലാരും മൈക്ക്. രണ്ട് വീട്ടിലെയും പാരന്റ്സിനോടൊക്കെ പറഞ്ഞ് അവരതിന്റെ മര്യാദ രീതിയിലുള്ള കല്യാണം ബഹുമാനിച്ചിട്ടുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ മതി കല്യാണം, അല്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ രീതിയിലാണ്. ഇനിയിപ്പോ അവളെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അങ്ങനെ ഒരു ഒത്തൊരുമയുള്ള കല്യാണം തന്നെ. എല്ലായിടത്തും മയക്കത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണ്ടോ, രണ്ടോ അവിടെ ഇഷ്ടമില്ല ഇവിടെ ഇഷ്ടമില്ല അങ്ങനൊന്നല്ല. ഇഷ്ടത്തിലായാലും കൂടിയിട്ട് രണ്ടു കൂട്ടർക്കും ഇഷ്ടത്തിലാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഫാമിലി, നല്ല എല്ലാരും കൂടി ഒരു മൂത്താപ്പോരൊക്കെ നല്ല ഒത്തൊരുമുള്ള ഫാമിലി. ഇവിടെ അതേപോലെ തന്നെയാണ്. താത്ത അളിയെങ്കിൽ എന്ന് പറഞ്ഞാല് ഒരു മരോളല്ല പോലും കൊണ്ടുവരുന്നത്, ഒരു മോളെയാണ് കൊണ്ടുവരുന്നത്. അത്രയും താത്താക്ക് ഞങ്ങൾക്കൊക്കെ അറിയാം താത്ത അങ്ങനെ നോക്കുന്നുള്ള. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ വേറെ സംഭവം, നിശ്ചയിച്ചത് എന്നൊക്കെ കാണുന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടില്ല. നിശ്ചയത്തില് പറയുന്നുണ്ട്, പക്ഷെ മുഴുവൻ കേൾക്കണില്ല. കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അടുത്ത വർഷം ഈ മാസം ജൂലൈ ലാസ്റ്റ് ആണ്. സംഭവം എന്താന്ന് വെച്ചാല് പെണ്ണിന് ഫിദ, മോന്റെ കെട്ടാൻ പോണ പെണ്ണിന് ജൂണിലാണ് അവളെ പഠിപ്പ് കഴിയുക. അവളെന്തൊക്കെ എന്താ ടീച്ചർ എന്തൊക്കെയാണ് രണ്ട് ഐറ്റം പഠിക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ എനിക്ക് അതിന്റെ ഫുള്ള് പറയാൻ അറിയില്ലട്ടാ എന്തിനാണുള്ളൂ പഠിക്കണെന്നുള്ളത്. അപ്പോ അത് ജൂണിലാണ് പരീക്ഷ കഴിയല്. അപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലോ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എന്തോ കുറച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ജൂണിൽ കഴിയുള്ളൂ, പുള്ളിക്കറിയില്ല. അപ്പൊ ജൂലൈയില് ആണ് കല്യാണം വെച്ചിരിക്കണത്. ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല അല്ലേ? ജൂലൈ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യുള്ളൂ. 5-6 മാസത്തിനുള്ളിൽ ജൂലൈ സമയമുണ്ടല്ലോ. അപ്പൊ ഒരു വർഷത്തെ ക്യാപ്പിനാണ് ഇന്നലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു എന്താ പറയാ നെക്ലേസ്, ഒരു മോതിരം ഇട്ടീന്ന്, പിന്നെ മുട്ടായി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. എന്താ പറയാ, അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മള് എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ് പങ്കെടുക്കണം. അടുത്ത കാലത്ത് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ അറിയാലോ, അത് ഒന്നും ഉണ്ടായിട്ടില്ല. അവരവരെ ആവേശമാണ്. അപ്പൊ ഈ കല്യാണ ചെറുക്കന്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കുറെ ഒച്ചയും ബഹളും അതും ഇതും പാടും പടക്കും അതും ഇതും, അല്ലെങ്കിൽ എന്താ പറയാ പാട്ടും കൂത്തും. ഇത് അങ്ങനൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി കാരണന്മാരൊക്കെ ബഹുമാനിച്ച്, ആ നാടിനെ ബഹുമാനിച്ച്, മാതാപിതാക്കളെ ബഹുമാനിച്ച് നല്ല അച്ചടക്കത്തിലുള്ളൊരു എൻഗേജ്മെന്റ് ആയിരുന്നു. അതെ. അപ്പോ നമ്മളെല്ലാ മക്കളും നല്ല മക്കളാണ്. പക്ഷെ ഒരു മക്കളെ നല്ലത് എന്ന് തെളിയിക്കണത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന മക്കൾ നല്ലതല്ല എന്ന് ഞാൻ പറയണില്ല കേട്ടാ, ഒരിക്കലും അല്ല. ആ കുട്ടികളും നല്ലത് തന്നെയാണ്. പക്ഷെ ഒരാവേശം, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവന്റേത് തന്നെ ഒരു വെറൈറ്റി. പക്ഷെ എല്ലാരും ഒരുപോലെ അല്ല കേട്ടോ. നമ്മൾ ആരും കുറ്റം പറയോ ഒന്നുമല്ല. അത് നമ്മളതിലല്ല, എല്ലായിടത്തും നടക്കുന്ന സംഭവമാണെന്ന് നമുക്ക് ഒരാളതും പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പൊ ഇവിടെ 4 വരുന്നുണ്ട്, അത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ മക്കളെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല, നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷെ നമ്മളെ മക്കള് നമ്മളെ മക്കള് കേക്കണം. അങ്ങനത്തെ മക്കളാക്കി തെറ്റേ. പിന്നെ പോലെ നമ്മളെ മക്കള് പറഞ്ഞാലും കേൾക്കാത്ത ഫ്രണ്ട്സുകളുണ്ടാവും. പറ്റൂല, എന്റെ കല്യാണം ഞങ്ങൾ ഇങ്ങനെ ആക്കും പറയണേ. അപ്പൊ അതാണ്, ആരെയും കുറ്റം പറയോ ഒന്നുമല്ല. അപ്പൊ എല്ലാരും മക്കളെല്ലാം നന്നാക്കി തെറ്റേ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, കല്യാണം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പിന്നെന്താ, അവന്റെ കൂടെയാണ് മൂത്ത് വർക്ക് ചെയ്യുന്നത്. ആലുവയിലാണ് ഇവന് വർക്ക് ചെയ്യുന്നത്. ടിയാൻടി തന്നെ ഷവായിന്റെ കടയിലാണ്, ഷോപ്പിലാണ്. പിന്നെ അവിടെയാണ് മുത്തും. അപ്പൊ എല്ലാവരും പറയുന്നത് മുത്തു പോകണം ഒരേപോലെയാണ്. കുറെ ആൾക്കാർ പറയുന്നുണ്ട്. മുത്തുവിനെ നിങ്ങൾ കണ്ടില്ല ഇന്നലെ വീഡിയോയില്. ഇനിയിപ്പോ നാളെ പോവാണ്. നാളെ വൈകുന്നേരം പോവും. അതേപോലെ നമ്മളെ മോനും നാളെ പോവാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ എങ്ങനെയായാലും പരിപാടിയൊക്കെ നല്ല അടിപൊളിയായി. ബസ്സിൽ ചെയ്യുന്ന നല്ല അടിപൊളി എന്നിട്ട് എല്ലാരും കൂടി. പിന്നെ വെയിലായതുകൊണ്ട് കുറച്ച് ചൂടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവര് നല്ല സുഖത്തില്. അല്ല, വേറെ സംഭവം ഉണ്ട്. കാറില് പോയി, പക്ഷെ ഗ്യാസ് ഇടാൻ പറ്റിയില്ല. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഗ്യാസ് ഇടാൻ പറ്റാത്ത ആൾക്കാരാണ്. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല യാത്ര. ഗ്യാസ് ഇടാൻ പറ്റും, പക്ഷെ ബസ്സിൽ എല്ലാവരും കൂടി ആ ചൂടും കൂടി ആയിട്ട് അങ്ങനെ എന്നാലും നല്ല രസം അടിച്ചുപോയി. എന്താ വെച്ചാൽ നമ്മളെ താത്താര് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ,
മനസ്സിലൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ താത്താരായിട്ടൊക്കെ ഉള്ളൊരു യാത്ര ഉണ്ടല്ലോ. ഞാൻ ഒരുപാടായിട്ട് ആഗ്രഹിക്കണം എല്ലാവരും കൂടി ഒരു ബസ്സിലൊരു യാത്ര. പ്ലാൻ ചെയ്തൊന്നും നടക്കാതെ പോയതാണ് ഒരു ടൂറൊക്കെ ഞാൻ എല്ലാവരും കൂടി ബസ്സിൽ കളി ചെറിയ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഞാനൊന്നും ഇരുന്നിട്ടില്ല. അപ്പൊ താത്ത ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് കണ്ടക്ടർ പൈസ വാങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്ന വെച്ചാൽ ഓരോരുത്തർ ഇരുന്ന് കഴിഞ്ഞാൽ ആരോടും സംസാരിക്കാൻ പറ്റും. ആ സീറ്റിൽ ഇങ്ങനെ പൊട്ടന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ആണ്ട് നടക്കും ഇങ്ങനെ നടക്കും ഇങ്ങോട്ട് എന്നിട്ട് എല്ലാവരോടും സംസാരിക്കണേ ഫുള്ള്. ഞാൻ അങ്ങനെ ആരും എല്ലാവരും ഇരിക്കും, ഞാൻ നടക്കേന്ന് പറഞ്ഞു വരുന്നേ. ഇന്നലെ പോണ നേരത്തിന്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഞാൻ 3:30 മണിക്കാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് കാണിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നലെ പരിപാടിന്റെ തലേന്ന് രാത്രി 3:30 മണിക്ക് ഡ്രസ്സ് അടിച്ച് കഴിയാണ്. എന്നിട്ട് 3:45 കഴിഞ്ഞപ്പോഴാണ് ഇതാ എന്തൊക്കെയാ കാട്ടിയത്. ഇത് ശരിയായിട്ടൊന്നുമില്ല, വിചാരിച്ച പോലെ ആയിട്ട് ഇത് വളഞ്ഞൊക്കെ ചെയ്ത് നിങ്ങളുടെ കഴിക്കണത് കണ്ടില്ല. ഒരു കുഞ്ഞു മൈലാഞ്ചി ഇതൊന്നല്ലേന്ന് ഞാൻ വിചാരിച്ചു, നല്ല അടിപൊളിയായിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വിചാരിച്ചൊന്നും നടന്നില്ല. ഞാൻ ഒന്നുറങ്ങി ഇങ്ങനെ ഉണർന്നു നോക്കുമ്പോ ലൈറ്റൊക്കെ കത്തിനുണ്ട് റൂമിന്റെ ഉള്ളില്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോ ഇങ്ങനെ ഇവളിങ്ങനെ ഇരിക്കുന്നുണ്ട് സിമ്പിളായിട്ട് ബെഡില്. അപ്പൊ ഞാൻ എങ്ങനെയോ ഒരു വർക്ക് പ്ലാനിൽ എങ്ങനെയൊക്കെ പിന്നെ ഇവിടെ മടി നീട്ടി അങ്ങനെ ഇന്ന് മൈലാഞ്ചിടണേ. അപ്പൊ ആള് ഇത് തലക്കണി വെക്കണ മൈക്കിന്റെ മടിക്ക് തലി വെച്ചാണ് ആളൊന്നും കൂടി ഉറങ്ങണം. അപ്പൊ മൈലാഞ്ചി ഇവിടെ അവിടെ തട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉന്തട്ടേന്ന്. പിന്നെ പാവം തോന്നിട്ടാ അപ്പൊ ഉന്തിയില്ല, അവിടെ കിടന്നോട്ടെ വിചാരിച്ചു. ഞാൻ ഇത് തലന്റെ മേലെ കൈ വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് മൈലാഞ്ചിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ 3:45 ഞാൻ കിടന്ന് രാവിലെ എപ്പോഴോ നീച്ചും ചെയ്തിക്കണല്ലേ പോവാനുള്ള. കാര്യങ്ങളൊക്കെ കൂടി പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ല പോവാൻ നേരത്തെ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല, ഡ്രസ്സ് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പൊ ഇന്റെ ഡ്രസ്സ് ഇതാ കാണിച്ചു തരാം. പിന്നെ എന്റെ വള ഇതിമൊരു വാച്ച് ഉണ്ടേന്ന് നമ്മളെ സ്വർണ്ണതാണ്. ഇതിന്റെ ഒരു വാച്ച് ഉണ്ട്, ഈ സെയിം ആണ്, ഞാൻ കെട്ടിയില്ല. ഇത് അത്ര ഉള്ളു നിന്റെ. പിന്നെ മേക്കപ്പ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ ആയിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഐറ്റംസ് ഒന്ന് കാണിക്കട്ടാ. ഓക്കെ, ഇതാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യോണ്ടേ. താഴെ വരെ കാണുന്നുണ്ട്, അതിന്റെ ബോർഡർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ടുണ്ടെന്നാണ് വർക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഒരുപാട് എടുത്തീന്ന്. എനിക്ക് ഫുള്ള് അത് പറ്റും ഇത് പറ്റും. ഒരട്ടം മാവ് ഇഷ്ടപ്പെട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതവിടെ വെക്കും എന്നിട്ട് വേറെ തരും. മാവെടുത്ത് അത് രസം അവിടെ കെട്ടാറ്, എന്നിട്ട് വേറെ വീണ്ടും വീണ്ടും തെരഞ്ഞോണ്ടിരിക്കണേ. പിന്നെ എന്ത് ചെയ്തേ, ഒന്നും പറ്റില്ല, ലാസ്റ്റ് അതന്നെ എടുക്കേണ്ടി. മാവൊക്കെ ഫസ്റ്റ് എടുത്ത മാറ്റി ചെയ്യുന്നേ. അപ്പൊ എന്താ പറയാ, അങ്ങനെ ആ മാറ്റി. അപ്പൊ ഞാൻ ഈ എടുത്ത ഒന്നും എനിക്ക് ഒരു ഇതിട്ടില്ല. ലാസ്റ്റ് എന്ത് ചെയ്ത് ഇതന്നെ മതി പറഞ്ഞ എടുത്ത് പോന്ന്. അപ്പൊ അടിച്ച് ഇട്ടപ്പോ നല്ല രസമായിട്ടാ കൊടുന്നപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പൊ ഉള്ള കളറ് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നേ. ഒരു ഇതുണ്ടായിരുന്നില്ല, അടിച്ചിട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കുണ്ടല്ലോ ഓരോ ഡ്രസ്സ് നമ്മള് മെയിൻ നമ്മള് ഷാൾ ഇടുമ്പോ നമ്മളെ മുഖം നോക്കുമ്പോ കുഴപ്പമില്ല തോന്നണം. കുറെ ഞാൻ ഇട്ട് നോക്കും, മറ്റൊന്നും രസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ഇന്നലെ ഞാൻ ഇട്ട ഡ്രസ്സ് ഇട്ടതാണ്. കാണിച്ചു തരാൻ പറ്റില്ല അല്ലേ? പിന്നെ വീഡിയോ എടുക്കാനുള്ള ആളിതാണ്. ഇയാളവിടെ ഇങ്ങനെ നടക്കുന്നു. അത് എനിക്ക് അവിടെ നടക്കാൻ ഞാന് കാരണന്മാരെ അമ്മോനല്ല. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റൂലല്ലോ. ഡ്രസ്സ് കണ്ടില്ലേ? ഡ്രസ്സ് കാണാത്തവർക്കൊക്കെ പിന്നെ നിങ്ങളൊക്കെ ഇതിനെക്കാട്ടും നല്ല ഡ്രസ്സൊക്കെ എടുക്കണാണെങ്കിൽ കാരണം നമുക്കിപ്പോ അല്ലേ, ഇത് കാണുന്ന പോലെ ചെറിയ വില ഉള്ളൂ. എന്നാലോ ഇതിന് വില 1600 ചില്ലാണ് കേട്ടോ. അവിടെ ഉണ്ട് 3000-നും 3500-നും 5000-നും 6000-നും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പറ്റിയില്ല. എല്ലായിടത്തും ഇപ്പൊ ഒറ്റ കളറാണ്. പക്ഷെ ഇത് പാകിസ്ഥാനി മോഡല്. ഞാൻ കുറെ ഇവിടെ നോക്കലാണ്, എനിക്ക് നല്ല ഇഷ്ടം. അത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളില്ല, എല്ലാവർക്കും ഇപ്പൊ ഒരു ഇഷ്ടമല്ലല്ലോ. അപ്പൊ എനിക്ക് പറ്റണതാവല്ലോ മറ്റുള്ളവർക്ക് പറ്റണത്. എടി എനിക്ക് അങ്ങനത്തെ എടുത്തുകൂടെ, അത് അവരെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഞാൻ ഇഷ്ടമുള്ള ഇവിടെ എടുത്ത് ഇത് പിന്നെ ഓരോന്ന് ഇത് ഇഷ്ടപ്പെട്ട എടുത്തേക്കുമ്പോ പിന്നെ എനിക്കറിയാം ഭാവം മാറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് രസമുള്ളതാണ് ഈ കാരെന്ന്. അപ്പൊ പിന്നെ മാറ്റി ചെയ്യാനാണ് എടുത്ത് പോകുന്നത്. അപ്പൊ അത് രസമായും ചെയ്ത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടെ. എന്തായാലും കമന്റിലൂടെ ഇന്നലത്തെ വീഡിയോ കണ്ട അഭിപ്രായമൊക്കെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ് ഒന്നും ഇട്ടിട്ടില്ല.
നമ്മളെ എൻഗേജ്മെന്റിന്റെ വീഡിയോ. അതെ. അപ്പൊ അല്ലേ പറഞ്ഞ മൈക്ക് അതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ ഇട്ടോളട്ടെ, അത് പ്രശ്നമില്ല. സപ്പോർട്ടാണ് ആവശ്യം. നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം. കമന്റ് ചെയ്യുമ്പോഴും ലൈക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഭയങ്കര ഇത് വരും. അതെ, വീണ്ടും വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉള്ള മനസ്സ് വരും. അപ്പൊ അതാണ്. അപ്പൊ പറഞ്ഞ മൈക്ക് നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരണ്ടേ. അതൊരെല്ലാവർക്കും ബൈ.